നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാര് വരെ ഞങ്ങളെ സെല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? C.I.D. രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആരെ? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരെയും ശിവദാസ മേനോന്? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ ആളുകൾ ഇവരോടാ ഇന്ത്യൻ സേഡികളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വിലയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ പോലീസ് പിടിച്ചു. ദാസാ എന്നെ രക്ഷിക്ക്, പോലീസ്. ദാസാ എന്നെ രക്ഷിക്ക്. ദാസാ എന്നെ പോലീസ് കൊണ്ടുപോകാണേ. അയ്യോ എന്നെ കൊല്ലുമെന്നാ. വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വിജയനെ പോലീസ് പിടിച്ചോണ്ട്. ഒരു മലയാളി C.I.D. പോലീസ് പിടിച്ചത് നന്നായെന്നോ? പോലീസുകാർ അവനെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം കൊടുക്കാം. താനൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ. ഞാനാണോ വലുത് ഒരു C.I.D. ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കും. ചേട്ടാ ചേച്ചി, ഇവനെന്ത് പരാക്രമമാണ് കാണിച്ചത്? എന്റെ അമ്മോ. Hey, you thief! The sheriff is calling you. Come with me. Come on. എന്തിന്? ഇനിയും തല്ലണോ? തല്ലിക്കോ, തല്ല്. Come on, I say. I am very sorry, sir. Somewhere something has gone wrong. എന്തോ നട ഇതൊക്കെ? I don't take. ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവര് വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ. We believe you. We should respect cops. Sir, we are very famous C.I.Ds from India. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട. മനുഷ്യന് പറഞ്ഞാ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes. Okay, sir. Shall we make a move? Sure. Thank you very much. You're welcome. Thank you. വാ. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ, ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിലിറക്കാനെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ്, ആ തെണ്ടി ചത്തു തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറൊന്നാണ്. അതിരഹസ്യമായ നമ്മുടെ C.I.D. കൂടും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അല്ല, എന്റെ എച്ചിൽ എഴുതുന്ന പണി ഞാൻ നിർത്തി. ഇന്ന് തന്നെ റെസ്റ്റോറന്റിലുള്ള സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നീ കുളിക്കുന്നില്ലേ? എന്റെ കുളിയെ കഴിഞ്ഞു. നീ ഓംലെറ്റ് ഉണ്ടാക്കുക. ബ്രെഡും കുട്ടി ഒരു പിടി പിടിക്കാം. ഓംലെറ്റ്? നല്ല വെള്ള കടലാസിൽ ഓംലെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എടുത്തങ്ങ് മിഴിഞ്ഞാ മതി. നിന്റെ മറ്റോ മേടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ. മുട്ട തീർന്നോ? അല്ല, നീ എന്നാ മേടിച്ചത്? അത് ശരിയാ. തള്ള കുളിക്കല്ലേ. നീ ഫ്രിഡ്ജ് തുറന്ന് ഒരു 20 മുട്ട ഇങ്ങട്. 20? ഉച്ചക്കലത്തേക്ക് രാത്രി കൂടെ ഉൾപ്പെടെ പോരട്ടെ. അതിന് നീ എടുക്കാൻ എളുപ്പം ഉണ്ടാക്കി പോയി. ഞാൻ തിന്നാൻ വരാം. നീ ഇങ്ങനെ കാണിക്കരുത്. ഗുഡ് മോർണിംഗ് ആന്റി. നിങ്ങൾ ഇവിടുത്തെ പേയിങ് ഗസ്റ്റ് ആണോ അതോ നോൺ പേയിങ് തീവ്സ് ആണോ? വാട്ട് ഹാപ്പൻഡ് ആന്റി? നിന്റെ ആന്റിയും കൂന്റിയൊന്നും ഇവിടെ വേണ്ട. വാടക ചോദിക്കുമ്പോ ബബ്ബ ഒരു സാധനം വിശ്വസിച്ച് അത് തെറ്റാൻ വയ്യ. മോഷണം
എന്റെ മക്കളെ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചത് മഹാ കോടാലിയായി പോയല്ലോ. ആന്റി ജോക്കിംഗ്. അവന്റെ നിർത്തണോ? നീയൊന്നും ഇനി മോഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ മുട്ടയാ. അല്ല, ഇത് ഏതോ കോഴിയിട്ട മുട്ട. ഞാന് $1 കൊടുത്ത് വാങ്ങിച്ച മുട്ട. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ വെച്ച് കൊണ്ട് ഞങ്ങളോ അല്ലേ? ഇനിയിപ്പോ എന്ത് വയറ് വിഷം ഇനിയോ? ദാ ഇത് കുരുമുളക്, ഇത് ഉപ്പ്, രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി. രാവിലെ കയറി ആശിച്ചും പോയല്ലോ. ആ, ഇവിടെ നിർത്തും. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. പണക്കാരുടെ സെന്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാം, പക്ഷെ ക്വാളിറ്റി ഗംഭീരമായിരിക്കും. ഗംഭീരമാണെന്ന് തോന്നിപ്പിച്ചാലും പോരെ. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ വീട് കിട്ടുമോ? കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ. Here's a light. Hey, isn't the thing in CID? Oh my God, that's the same guys who tried to shoot us at the girl's house. CIDs! Where? There, they found the place. Jesus, Mr. Redford was right. They are smart and dangerous. Martha, I'm gonna hide. Stop! Don't hide in the bathroom. It's dangerous. There, Sheriff. Where will I hide? I hide under the table. I know where I'll hide. This is no time to read a book. Come on, let's go hide. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. വാടകയ്ക്ക് ഏത് വീടാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കാമല്ലോ. They're outside. Let's shoot them down. Don't talk nonsense. We don't know whether they're with the police or not. Go and hide. I'll handle this. Martha, be careful. They act smart. I'll shoot them. You come with me. Go and hide. There's nobody here except me and my husband. That's okay. We are looking for a house. But you're not looking for this house. മാഡം, we want to know actually. Please don't misunderstand. We're very poor people living here, It's not that. but we don't know anything about it. Madam, listen, what we want to know. No, please. There are no criminals staying in this house. What? Nothing. ഇവക്ക് വട്ടാണെന്ന് തോന്നുന്നു. ദേഹോദരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് വലിയ. We are not responsible for anything. Okay, relax. ഇതെന്തോന്ന്? ഞങ്ങൾ പോകണു. Oh, thank you, God. The CIDs have no idea that you're here. Well done, Martha. We must be more careful. Now I'm sure the CIDs are not succeeding in getting the crown from the Indian girl's home. She's hiding it somewhere. In that case, we should ask Tom and the others to search the house and find it. My God, my crown. $3 million. Good night. Good night. Hello, police? Bloody good for nothing idiots. Where the hell is the crown? I'm sure that the CIDs have got the crown. I want to know the whereabouts of the CIDs immediately. We did inquire about it. Then search every corner of America. They identify us. The moment they see us, they're gonna shoot us down. Are you afraid? I'll call Robert Redford at Chicago and tell him to handle this case. Boom. Good for nothing idiot. നമ്മളൊരു ക്രൗൺ ടി വി അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് 2 വർഷം തികഞ്ഞതല്ലോ. അതിനിടയിൽ പിന്നെയും പുതിയൊരു ടിവിയോ? നോ. അമേരിക്കയിൽ മാസാമാസം പുതിയ തരത്തിലുള്ള ടി വി ഇറങ്ങുന്നതല്ലേ? TVC-ന്നോ KVC-ന്നോ? അപ്പൊ ഇപ്പോൾ ഉള്ള ക്രൗൺ ടി വി എന്ത് ചെയ്യും? കളയാനോ? എനിക്കൊന്നും അറിയാൻ മേല. സുനിതയും സംഗീതയും മാറി മാറി ഫോണിലൊരു പരാക്രമമായിരുന്നു.
ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു നോക്കൂന്ന് അവരെന്നോട് പറഞ്ഞെന്നേ. അപ്പൊ ക്രൗൺ എന്ത് ചെയ്യുമെന്ന് പറ. ക്രൗൺ TV മുത്തശ്ശന് കൊടുക്കുക അത്രേ. ഒന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആദ്യം ക്രൗൺ വിൽക്കാൻ പറ, ബാക്കി കാര്യം പിന്നെ. എന്തായാലും ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഉടനടി ക്രൗൺ വിറ്റേ പറ്റൂ. ഹലോ, എന്തോന്നാ ഇത്? അവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. മരണ വെപ്രാളം പിടിച്ച് ഓടിയത് എന്തിന്? എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നീ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്. സത്യത്തിന്റെ ഭീവത്സമായ മുഖം കാണുമ്പോൾ ഒരു CIDക്ക് ഉത്തരവാദിത്വ ബോധത്തിന്റെ വട്ട് പിടിക്കും. സത്യത്തിന്റെ ഭീവത്സമായ മുഖം നീ എവിടെ കണ്ടു? എംബസി കെട്ടിടത്തിന്റെ ഇരുണ്ട കോണുകളിൽ നീ കണ്ടില്ലേ? ഇല്ല. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നീ കേട്ടില്ലേ? ഗൗൺ അല്ലടാ, ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഉടനടി ക്രൗൺ വിൽക്കണമെന്ന് മേനോൻ ഫോണിൽ കൂടെ പറഞ്ഞ നീ കേട്ടില്ലേ? കിരീടത്തിന് ക്രൗൺ എന്നാണോ പറയുന്നത്? എടാ, കിരീടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. കിരീടത്തിന് ക്രൗൺ എന്നാണ് പറയാമെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അല്ലാതെ എനിക്കങ്ങനെ മനസ്സിലാവും. ഇതുപോലും അറിയാത്ത നീ പിന്നെ എന്തിനാ CID എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോ തൽക്കാലം CID അല്ല. നീ പിന്നെ ഇവിടെ കാണാവുന്ന ടൂറിസ്റ്റാ? ടൂറിസ്റ്റാ. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. എനിക്ക് പേരെടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് എന്റെ പേരിൽ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വർഷിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ആരെ പിടിക്കുമെന്നാ പറയുന്നത്? എടാ വിജയ, ദൈവം എനിക്ക് ബുദ്ധി മാത്രമല്ല വളരെയധികം ഭാഗ്യവും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളുടെ കിങ്കരന്മാർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞു? നമ്മൾ കിരീടം കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അയാൾ കിരീടം വിൽക്കാൻ തീരുമാനിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അയാൾ തന്നെയാണ് നമ്മളെ കൊല്ലിക്കാനും ശ്രമിച്ചത്. അപ്പൊ ഈ മേനോൻ തന്നെയാണോ ഈ പോൾ ബാർബർ? എടാ വിട്ടി, പിന്നല്ലാതെ വലിയ വലിയ കള്ളന്മാർക്ക് വളരെ വളരെ കള്ളപ്പേരുകൾ കാണും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്കറിയണം. എന്തിന്? നമുക്ക് ചെലവിന് കാശ് തരില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എടാ, കയ്യിൽ കാശില്ലാതാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കില്ലേ? ഓഹോ, എന്നാൽ ഇപ്പൊ തന്നെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം. എടാ മണ്ട, എല്ലാ തെളിവുകളും ശേഖരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തെളിവ്? നല്ല 4 ഇടി കൊടുത്ത തത്ത പറയും പോലെ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇത് ഇന്ത്യയല്ല. അയാൾക്ക് എന്തൊക്കെ സന്നാഹങ്ങളുണ്ടെന്ന് ആർക്കറിയാം? പിന്നെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? കക്കാൻ വന്നപ്പോ കമ്പി കൊണ്ട് അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അയാളുടെ ഷർട്ടിന്റെ ഒരു കീറിയ കഷ്ണം തുണിയും നമ്മുടെ കയ്യിലുണ്ട്. 2 സുപ്രധാനമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, അയാളുടെ മുതുകിന് താഴെ കമ്പി കൊണ്ടൊരു മുറിവുണ്ടായിട്ടുണ്ടോ എന്നും നമ്മുടെ കയ്യിലുള്ള കഷ്ണം തുണിയുടെ ബാക്കി ഭാഗം അയാളുടെ കയ്യിലുണ്ടോ എന്നുമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. ദ്രോഹി, രാജ്യത്തിന്റെ കാൽവല നടക്കുന്ന തെണ്ടി, രഘുപതി രാഘവ രാജാറാമും ജനഗണമനയും പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്ന ഇയാൾ തന്നെയാണ് ചെയ്തെന്ന് ഓർക്കുമ്പോൾ വിജയ എനിക്ക് ഇപ്പൊ മുതൽ നമ്മൾ ഡ്യൂട്ടിയിലാണ്. വി ആർ സ്റ്റാർട്ടിംഗ് അവർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കേ, വീടിന്റെ 4 ഭാഗത്തും കണ്ണു വേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നീക്കം അവൻ TV-യിൽ കൂടി കാണുന്നുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കുമുണ്ട് പേടി. മേനോൻ ഷർട്ട് ഇടാതാണ് നിൽക്കുന്നതെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവ് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ രക്ഷപ്പെട്ടു. ആ ക്യാമറ എടുത്തിരുന്നെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവിന്റെ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനത് മറന്നു. ഞാൻ മറന്നു. ഇത് തന്നെയാണോ മേനോന്റെ വീട്? സാരമില്ല, പൂച്ചയാണ്. No problem. Come on. കൈവെട്ട്, രണ്ടിനെയും വെട്ട്. വിജയ, അകത്താരുടെയോ കൈ വെട്ടുന്നു. അയ്യോ, ഇനി കഴുത്ത് വെട്ടെ. എന്റെ അമ്മ, മേനോ എന്റെ ശബ്ദമല്ല അത്? അതെ, ഇത്രയും ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടിവിട്ടിരിക്കുകയാണ്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ.
കൈ എന്റെ നെഞ്ചടക്കം വെട്ടെ. നെഞ്ചടക്കം വെട്ടാൻ അവൻ പറയുന്നത്. കഴുത്ത് വെട്ട്. കുറച്ചുകൂടെ ഇറക്കി വെട്ട്. Who's that? Who is that? Nobody. Who is that? Stop there. ആരാ? ഏ? ആരെ രണ്ടുപേരും ഓടുന്നത് കണ്ടു. വല്ല കള്ളന്മാരുമായിരിക്കും. നിങ്ങളിക്ക് പോരെ. അവന്മാരുടെ കൈ വല്ല കത്തിയോ തോക്കോ ഒക്കെ കാണും. സമ്പന്നമായ രാഷ്ട്രമാണെന്നാ പറയുന്നത്. ഇന്ത്യയിലേക്കാളും കൂടുതൽ കള്ളന്മാർ ഇവിടെയാ. സ്വന്തം വീട്ടിനകത്ത് വെച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നവൻ ഭയങ്കരം തന്നെ വിജയ, ഭയങ്കരം തന്നെ. അവൻ നമ്മളെ ചേസ് ചെയ്യൂ. എനിക്കതല്ല അത്ഭുതം. അവനെ കണ്ടുപിടിക്കാമെന്ന സിഐഡികളാണ് നമ്മളെന്ന് അറിഞ്ഞിട്ടും നമ്മളെ അവൻ തട്ടായിരുന്നത്. നീഗ്രോളെ വിട്ട് തട്ടാൻ നോക്കിയില്ലേ? അതൊരു തവണ. പിന്നീട് അവനൊന്നും ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. പിന്നെന്തിനും തട്ടണം? ഓ, നീ വലിയ കഴിവുള്ള സിഐഡി ആണല്ലോ. എന്നിട്ട് നിന്നെ തട്ടിയില്ലല്ലോ. എടാ, കഴിവിന്റെ കാര്യമൊക്കെ ഞാൻ അവനെ പിടിക്കുമ്പോ നിനക്ക് മനസ്സിലാവും. പിടിക്കും. എവിടെയാ പിടിക്കുന്നതെന്ന് നേരത്തെ പറയണം. എടാ, നിന്റെ കഴുത്തും കൈയും കാലും വെട്ടി ഏതെങ്കിലും ഓടയിൽ നിന്നെ അയാൾ കുഴിച്ചു മൂടും. വിജയ, അറം പറ്റുന്ന വർത്താനം പറയരുതേ. പറയിപ്പിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങുകയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കീഴടങ്ങാം. നമ്മൾ കിരീട് അന്വേഷിക്കുന്ന പരിപാടി മതിയാക്കി എന്ന് അയാളോട് ചെന്ന് പറയാം. എന്നാലേ ജീവനോടെ ഇന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അന്വേഷണം മതിയാക്കിയെന്ന് അയാളോട് പറയുന്നത് നല്ലതാണ്. കറക്റ്റ്. പക്ഷെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ട് ഉടയ്ക്കണോ? ഭീകരൻ മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. ഇനി കയ്യാമം വെച്ച് വാലി കയറ്റിയാ പോരെ? തെളിവോടെ പിടിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അമേരിക്കൻ പോലീസിന് വിവരം അറിയിക്കണം. അവനോടെ കൊന്നോണ്ടിരിക്കാണല്ലോ മനുഷ്യനെ. ആളെ കൊല്ലുന്നതല്ല നമ്മുടെ തെളിവ്. അയാൾ എത്ര പേര് വേണമെങ്കിലും കൊന്നോട്ടെ. നമുക്ക് പ്രധാനം അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടോ? നമ്മുടെ കയ്യിലുള്ള കീറ തുണിയുടെ ബാക്കി ഭാഗം എവിടുണ്ട്? എടാ, മാത്രവുമല്ല, അമേരിക്കൻ പോലീസ് അയാളെ പിടിച്ചാൽ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്ക് പോവില്ലേ? മനസ്സിലായോ? അത് കറക്റ്റാ. അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ എംബസി ചെല്ലുന്നു. ജീവൻ പോയാലും നമ്മൾ ഇനി കിരീടം അന്വേഷിക്കില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ നമ്മളുടേതായ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. ഇന്ത്യ ഗവൺമെന്റിനെ തൊലയ്ക്കാൻ തന്നെ താരക്ക് ഇറങ്ങിയിരിക്കുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞാലും കിരീടത്തിന്റെ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല, അല്ലേ? അപ്പോ പിന്നെ ഇത്രയും പണമൊക്കെ മുടക്കിയതോ? സുഹിക്കാൻ. സാർ, കിരീടം മോഷ്ടിക്കുക, കള്ളക്കടത്ത് നടത്തുക, കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ തെറ്റൊന്നുമല്ല, അല്ലേ? വ്യവസ്ഥിതിയുടെ തകരാറ് മൂലം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്. അത്തരം ആളുകളെ ശരിക്കു പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമാണ്. നിനക്കോ? എനിക്ക് വലിയ ബഹുമാനാണ്. ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ സെൻട്രൽ മിനിസ്റ്ററെ ഇൻഫോം ചെയ്യും. ചെയ്തു. ആരെ വേണേലും ഇൻഫോം ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഡിസ്മിസൽ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷം. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, ഞങ്ങൾ സുഖിക്കാൻ പോവാണ്, ജീവിതം ആസ്വദിക്കാൻ പോവാണ്. Get an immediate call to Delhi. It's very urgent. പിന്നെ സമയമായി. ശനിയാഴ്ച അല്ലേ? പോയി സുഖിക്ക്. അതിന് മാത്രമുള്ള ഡോളർ എവിടുന്ന്? പേയ്മെന്റ് കൂട്ടി തരികയാണല്ലേ? എനിക്ക് വട്ടല്ലേ? മണിക്കൂറിന് $1 കൊടുത്താൽ എനിക്കൊരു വർക്കേഴ്സിനെ കിട്ടും. മലയാളികളാണല്ലോ എന്ന് കരുതിയപ്പോ നിന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ ഒത്തിരി കാശായി കാണുമല്ലോ. ഒക്കെ എനിക്കറിയാം. സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങാൻ സ്ഥലം നോക്കുന്ന കാര്യവും എനിക്കറിയാം. സ്ഥലം കിട്ടിയില്ലെങ്കിൽ എന്റെ തലേ കയറി പണിതോറാ. ശരിയല്ലേ? പോവാം. നമുക്ക് ബാങ്ക് അക്കൗണ്ടുള്ള കാര്യം ഇയാൾ എങ്ങനെ അറിഞ്ഞു? നിന്റെ അല്ലേ നാക്ക്? നീ എന്നെ വിളിച്ചു പറഞ്ഞാണ്. ഓ, പിന്നെ അയാൾ എന്റെ അളിയനല്ലേ? എന്തുവാ
Come on. അയ്യോ അയ്യോ don't kill us. അയ്യോ we are Indians. What's the reason? We are poor people. What happened actually? Keep quiet there. Where's the crown? Where's the crown? Stop it. I know who you are. You're the CID's Vijay Ramdas from India, are you not? No, I am Gopi from Shastamangalam. Surendra from Bhattapanam. Bloody CID idiots, come on. No, idiot. Gopi, we are innocent people. What is the matter? Surendra, va. ഓടിക്കോ. After them. ഗോപി സുരേന്ദ്ര You wait it. Man, I didn't know the door was not locked. Damn. Shit. പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന് ഏരണം കെട്ട വർഗങ്ങള്. മനുഷ്യനോട് തൊപ്പി തെറിച്ചു കഴിയുമ്പോ അവിടെ ഒരു ചെസ് കളി. എന്ത് പറ്റി നിങ്ങൾക്ക്? എല്ലാം പോയി. സർക്കാരിന്റെ 5 ലക്ഷം രൂപ തോലച്ചതിനുള്ള ശിക്ഷ കിട്ടി, സസ്പെൻഷൻ. എൻക്വയറി എന്നുള്ള പ്രഹസനം കഴിഞ്ഞാൽ പിന്നെ ഡിസ്മിസൽ. അയ്യോ, കിരീടം അന്വേഷിക്കാൻ പോയ തെണ്ടികളോട് തൂർത്തടിച്ച് നടക്കുക അത്രേ. മ്യൂസിയത്തിൽ നിന്ന് കിരീടം നഷ്ടപ്പെട്ടതിന്റെയും ഇപ്പൊ ഈ 5 ലക്ഷത്തിന്റെയും സകല ഉത്തരവാദിത്വം എന്റെ തലയെ കെട്ടിവെച്ചിരിക്കുക. പക്ഷെ അവന്മാരെ ഞാൻ വിടില്ല. എന്റെ ജീവിതം തോലച്ച അവന്മാരെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. എടീ, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക. കിരീടം അന്വേഷിക്കുന്നതിനിടയിൽ CIDകൾ ചത്തുപോയി എന്ന് വരുത്തണം. എന്റെ ജോലി തിരിച്ചു കിട്ടാൻ അതേ വഴിയുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? അന്യത്തിന് നിങ്ങൾക്ക് പ്രഷറാ. അതേടി, ഈ പ്രശ്നം മാറണമെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോണം. ആരോരും അറിയാതെ അവന്മാരെ കൊന്നേച്ച് ഞാൻ തിരിച്ചു വരണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരക്ഷരം നീ മിണ്ടരുത്. നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആരേലും അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ബോംബെക്കോ മറ്റോ അല്ല കിഡ്നി ഓപ്പറേഷന് പോയാന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ കാര്യമായിട്ട് പറയാണോ? വേറൊരു വഴിയുമില്ല. അവറ്റകളെ കൊല്ലണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ അല്ലാതെ മറ്റാരും അറിയരുത്.